നമസ്കാരം ഗുരുജി. ഇന്ന് ബ്രാഹ്മിയിലെ അവസാന ദിവസം ഞാൻ വല്ലാതെ എനർജി, ദീക്ഷ എന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര എനർജി ഫീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ബാക്കോട്ട് ഇങ്ങനെ മറിഞ്ഞ് എൻ്റെ ഒരു എനർജി റിസീവ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പം മറ്റ് എല്ലാ രണ്ട് മൂന്ന് സാധന ഒരു 5-6 മാസത്തിലേറെയായിട്ട് നമ്മൾ ഈ സാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ ഇതിനേക്കാളും ഓരോ ഘട്ടമായിട്ട് എനിക്ക് എനർജി ഫീൽ ചെയ്ത മാതിരിയാണ് തോന്നിയത്. എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഇത്. ഇനിയും തുടർന്നുള്ള സാധനങ്ങൾ എനിക്കും പങ്കെടുക്കണമെന്ന് ഇനിയും ആഗ്രഹമുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഗുരുജിയുടെ മുമ്പാകെ പറയുന്നത്. വളരെ നന്ദി. നമസ്കാരം ഗുരുജി. എൻ്റെ പേര് രമ്യ. 21 ഡേയ്സിലെ ബ്രാഹ്മിൽ പങ്കെടുത്ത അനുഭവങ്ങളെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യ ദിവസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നല്ല എനർജി ഫീൽ ചെയ്തിരുന്നു. നട്ടലിലൂടെ നല്ലൊരു ചൂടും അനുഭവപ്പെട്ടു. പിന്നീടുള്ള ഓരോ ദിവസവും അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസവും ഗുരുജി ഡിഫറെൻറ്റ് പ്ലേസിൽ വെച്ചിട്ടും ഓരോ അമ്പലങ്ങൾ വെച്ചിട്ടുമാണ് നമുക്ക് മെഡിറ്റേഷൻ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഗുരുജി പറയാതെ തന്നെ ആ സ്ഥലത്തിൻ്റെ എനർജി നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാറുണ്ടായിരുന്നു. അതിനുശേഷം ഒരിക്കൽ ഓരോരുത്തർക്കും ഗുരുജി ദീക്ഷ കൊടുക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നതെന്നോ പറയാറില്ല. പക്ഷേ എനിക്ക് തിരുവണ്ണാമലയിൽ വെച്ച് ദീക്ഷ തന്ന സമയത്ത് ഗുരുജി എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ദീക്ഷ തരികയെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ നല്ല വെയിറ്റ് അനുഭവപ്പെട്ടു. കൈ നിവർത്തിയിരുന്നിട്ട് ആ കൈ എനിക്ക് അനക്കാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. കയ്യിൽ നല്ല വെയിറ്റ് അനുഭവപ്പെട്ടു. കുറേ നേരത്തേക്കും ആ ഒരു സ്റ്റിൽനെസ്സിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അനങ്ങാൻ കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതരം അനുഭൂതിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ദൈവാനുഗ്രഹത്താൽ ഗുരുജിയെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. അന്നും ഗുരുജി എനിക്ക് മന്ത്രദീക്ഷ തന്നു. ആ മന്ത്രദീക്ഷ തന്ന സമയത്തും എൻ്റെ ബോഡിയിലൂടെ ഒരു എർത്ത് കടന്നു പോകുന്ന ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായിരുന്നത്. ഇത് ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്. എനിക്കുണ്ടായ അനുഭവമായിരിക്കില്ല മറ്റൊരാൾക്കും ഉണ്ടാവുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ബ്രാഹ്മി 21 പങ്കെടുക്കണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സുന്ദരമായ ലോകത്ത് മനോഹരമായി ഓരോ നിമിഷവും ജീവിക്കുവാനും ഓരോ നിമിഷവും കോൺഷ്യസ് ആയിരിക്കുവാനും ഈ ബ്രാഹ്മി 21 നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം ചെയ്യും.